എൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു അൽഗോരിതം, ലീനിയർ റിഗ്രഷൻ, SVM, KNN ആണ്. അപ്പോൾ ഈ 3 സാധനം എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ആൽഗോരിതംസ് ആണ്. ഇത് മെഷീൻ ലേണിങ്ങിന് വേണ്ടി ഡാറ്റനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആൽഗോരിതംസ് ആണ് ഇത് 3. ഫസ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷൻ ആണ്. അതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആൽഗോരിതമാണ്. അതായത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ അങ്ങോട്ട് കൊടുത്തിട്ട് ഡാറ്റനെ വെച്ച് ട്രെയിൻ ചെയ്യുന്ന ഒരു ആൽഗോരിതമാണ്. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഡാറ്റാസ് ഉണ്ടാവും. ഡാറ്റാസ് ഒക്കെ ഓരോ പോയിന്റ് ആയിട്ട് ഉണ്ടാവും. ആ പോയിന്റിന്റെ ഇടയിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ അൽഗോരിതം മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ്റെ അകത്ത് ഇപ്പം മൾട്ടിപ്പിൾ ഡാറ്റാസ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ പ്ലോട്ടായിട്ട് നിൽക്കുകയെന്ന് വിചാരിക്കുക. ആ പ്ലോട്ടായിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ മാക്സിമം എല്ലാ ഡാറ്റേനെയും ടച്ച് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു സ്ട്രെയിറ്റ് ലൈന് കണ്ടുപിടിച്ചിട്ട് അത് ഒരു ബേസ് ആയിട്ട് എടുക്കുക എന്നാണ് ഇതിൻ്റെ മെയിൻ യൂസ് വരുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ട് ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത്. ഒന്ന് സിമ്പിൾ ലീനിയർ റിഗ്രഷനും പിന്നെ ഒന്ന് മൾട്ടിപ്പിൾ ലീനിയർ റിഗ്രഷനാണ്. സിമ്പിൾ ലീനിയർ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ഇൻഡിപെൻഡന്റ് വേരിയബിൾ മാത്രമാണ് ഉണ്ടാവുക. മൾട്ടിപ്പിളിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഉണ്ടാവും. ഇതിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് ഇപ്പം ഹൗസ് പ്രഡിക്ഷൻ, ഹൗസിന്റെ പ്രൈസ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഡാറ്റാസ് ഉണ്ടാവും. ഇന്ന ഹൗസുകൾ ഇന്ന ഇതിലായിരിക്കും ഉണ്ടാവുക, കാറ്റഗറിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ലൈന് കറക്റ്റ് ആയിട്ട് വരുന്നത് ഈ ബേസിലെ പ്രൈസിൽ കണക്റ്റ് ആയിട്ടിരിക്കും. അപ്പം ആ ഇത് വെച്ചിട്ടാണ് ഈ ഹൗസിന്റെ ഡാറ്റയും ഇതൊക്കെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതേപോലെ സെയിൽസ് റവന്യൂ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ട്രെൻഡ്സ് അനലൈസ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെയാണ്. ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സിമ്പിളാണ്. പിന്നെ എന്ന് പറയുന്നത് വർക്ക്സ് വെൽ വിത്ത് ലീനിയർലി സെപ്പറബിൾ ഡാറ്റ. അതായത് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയൊക്കെ ആയിട്ട് വേഗം വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ട്രെയിൻ ചെയ്യാനും പ്രഡിക്റ്റ് ചെയ്യാനും ഇത് ഭയങ്കര ഫാസ്റ്റാണ്. നെക്സ്റ്റ് ടോപ്പിക്ക് SVM ആണ്, സപ്പോർട്ട് വെക്ടർ മെഷീൻ. സപ്പോർട്ട് വെക്ടർ മെഷീൻ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈപ്സ് ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഒരു ടൈപ്പ് ഡാറ്റാനെ ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ടും സെക്കൻഡ് ടൈപ്പ് ഡാറ്റാനെ വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ യൂസ് കേസ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡിറ്റക്ഷന്, ഇമേജ് ക്ലാസിഫിക്കേഷന്, പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സിന് വേണ്ടിയാണ്. അതായത് ഈ പ്രോട്ടീൻ ക്ലാസിഫിക്കേഷൻ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് ഹൈ ഡൈമെൻഷണൽ സ്പേസിൽ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ ഇറ്റ് ഈസ് റോബസ്റ്റ് ആണ് ഈ സാധനം. പിന്നെ വെർസറ്റൈൽ ഡ്യൂ ടു കേർണൽ ഫങ്ഷൻസ്. ഇതിന്റെ വീക്ക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കമ്പ്യൂട്ടേഷൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് വരുന്ന സാധനമാണ്. കാരണം മോർ ഡാറ്റാനെ പ്രോസസ്സ് ചെയ്യാനുണ്ടാവും. ഇപ്പം ഈ ബയോ ഇൻഫോർമാറ്റിക്സ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്ത് കുറേ പ്രോട്ടീൻ സിന്തസിസിനൊക്കെ ഒരുപാട് ഡാറ്റേനെ വെച്ചിട്ടാണ് ഇത് ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ ചെയ്യുമ്പം ഒരുപാട് കമ്പ്യൂട്ടേഷൻ പവർ ആവശ്യമുണ്ട്. പിന്നെ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രോബ്ലം ആയിട്ട് വരും. പിന്നെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് KNN എന്നാണ്. KNN എന്ന് പറയുന്ന ഒരു ലേസി ലേണിംഗ് ആൽഗോരിതമാണ്. അതായത് ഈ സാധനം ഡാറ്റേനെ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഉള്ളൂ ഈ ആൽഗോരിതം വർക്ക് ചെയ്യുക. അതായത് പ്രഡിക്ഷന്റെ ടൈമിൽ മാത്രമേ ഉള്ളൂ KNN വർക്ക് ചെയ്യുക. അതുകൊണ്ടാണ് ഇതിനെ ലേസി ലേണിംഗ് ആൽഗോരിതം എന്ന് പറയുന്നത്. ഇതും ക്ലാസിഫിക്കേഷനും പ്രഡിക്ഷനും വേണ്ടിയിട്ട് തന്നെയാണ് ഈ സാധനം യൂസ് ചെയ്യുന്നത്. ഇത് ന്യൂ ഡാറ്റ പോയിന്റ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പുതിയൊരു സാധനം, ഒരേ സാധനം സെർച്ച് ബേസിൽ റെക്കമെൻഡേഷൻ സിസ്റ്റം ഒക്കെ ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോൾ ഒരേ പാറ്റേണിൽ പോകുന്ന സാധനമാണെങ്കിൽ അതിൻ്റെ ബേസിൽ തന്നെയായിരിക്കും നെക്സ്റ്റ് റെക്കമെൻഡേഷനും വരിക. ഇപ്പോൾ പാട്ട് ഒരേ ടൈപ്പ് പാട്ട് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസിൽ തന്നെയാണല്ലോ. അപ്പോൾ KNN എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ക്ലാസിഫൈ ചെയ്തേക്കും. ഈ ജോൺറയിലെ പാട്ടാണെങ്കിൽ ഇതിൻ്റെ നെക്സ്റ്റ് പാട്ട് ഇന്ന പാട്ടായിട്ട് വേണമെന്നില്ലേ ഡാറ്റേനെ ക്ലാസിഫൈ ചെയ്ത് വെക്കും. മൾട്ടിപ്പിൾ ഡാറ്റാസിനെ ഒരു സ്ഥലത്താക്കി വെച്ചിട്ട് അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ് ഇതായിരിക്കും, ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് പോയിന്റ്. അങ്ങനെ നിയറസ്റ്റ് നെയ്ബറിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ മെയിൻ യൂസ് കേസ് വരുന്നതും അത് തന്നെയാണ്. ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ വേണ്ടിയിട്ട് തന്നെയാണ് ഇതിൻ്റെ മെയിൻ യൂസ് കേസ് വരുന്നത്. റെക്കമെൻഡേഷൻ സിസ്റ്റം, പാറ്റേൺ റെക്കഗ്നിഷൻ, പിന്നെ അനോമലി ഡിറ്റക്ഷൻ, അങ്ങനത്തെ ഓരോ സാധനത്തിന് വേണ്ടിയിട്ടാണ് KNN മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്.